ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി പേപ്പറിൽ യൂണിറ്റ് 2, അതായത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി. അപ്പം കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ഡെഫിനിഷൻസ് ഓഫ് സൈക്കോളജി, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി, സൈക്കോളജി ആസ് എ സയൻസ് എന്ന ടോപ്പിക്സ് ഒക്കെ പഠിച്ചു അല്ലേ. അപ്പം ഈ ഒരു യൂണിറ്റിൽ എന്തൊക്കെയായിരിക്കാം സ്കോപ്പ് ഓഫ് സൈക്കോളജി അല്ലേ. ഇപ്പൊ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലയിൽ നമുക്ക് ജോലി ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ സൈക്കോളജി എന്ന വിഷയത്തിൽ നമുക്ക് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാം എന്നുള്ളതൊക്കെയാണ്, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ്മാർ ഏതൊക്കെ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതാണ് സ്കോപ്പ് ഓഫ് സൈക്കോളജി എന്ന ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. എയർലി ഡിവിഷൻസ് ഓഫ് സൈക്കോളജി, സബ് ഫീൽഡ്സ് ഇൻ സൈക്കോളജി ആൻഡ് സൈക്കോളജി ഇൻ ഇന്ത്യ. ആദ്യമായിട്ട് സൈക്കോളജി എന്ന് പറയുന്ന വിഷയം ഡിവൈഡ് ചെയ്തത് 2 ബ്രാഞ്ചസ് ആയിട്ടാണ്, അതായത് എക്സ്പെരിമെന്റൽ ആൻഡ് നോൺ എക്സ്പെരിമെന്റൽ. ഓക്കെ, അപ്പം 2 മെയിൻ ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ സൈക്കോളജി ഉണ്ട്, അതുപോലെ തന്നെ നോൺ എക്സ്പെരിമെന്റൽ സൈക്കോളജി ഉണ്ട്. എക്സ്പെരിമെന്റൽ ആ നെയിമിൽ തന്നെയുണ്ട്. എന്താണത്? എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്ത് ഓരോ സൈക്കോളജിക്കൽ പ്രോസസ്സിനെ പറ്റി പഠിക്കുന്ന ഇതൊക്കെയാണ് എക്സ്പെരിമെന്റൽ ബ്രാഞ്ചിൽ വരുന്നത്. അതായത് നമ്മുടെ ജനറൽ സൈക്കോളജി ഞാൻ കഴിഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ, ഏതൊക്കെ മെന്റൽ പ്രോസസ്സ് ഒക്കെയാണ്, അതായത് പെർസെപ്ഷൻ, മെമ്മറി, തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ലാംഗ്വേജ്, ഇതൊക്കെ സൈക്കോളജിസ്റ്റുമാര് ഓരോരോ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്ത് സ്റ്റഡി ചെയ്യുന്ന ഓരോരോ കോഗ്നിറ്റീവ് പ്രോസസ്സുകളാണ്. അപ്പം ഇതാണ് ഈ എക്സ്പെരിമെന്റൽ ബ്രാഞ്ചിൽ വരുന്നത്. ഓക്കെ, അതായത് ദ ബേസിക്സ് ഓഫ് സൈക്കോളജി, ജനറൽ സൈക്കോളജി, ആ ഒരു പേപ്പറാണ് എക്സ്പെരിമെന്റൽ ബ്രാഞ്ചിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ബ്രാഞ്ചാണ് നോൺ എക്സ്പെരിമെന്റൽ സൈക്കോളജി. അതായത് മെയിൻ ആയിട്ട് അതിൽ വരുന്നത് 3 ബ്രാഞ്ചസ് ആണ്, അതായത് ഡെവലപ്മെന്റൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി സൈക്കോളജി. പേഴ്സണാലിറ്റി സൈക്കോളജി എന്ന് പറയുന്നത് നിങ്ങൾ ഇനി വരുന്ന ഏതെങ്കിലും ഒരു പേപ്പർ ആയിട്ടൊക്കെ ഡിഗ്രിയിൽ പഠിക്കുന്നുണ്ടാവാം. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഒത്തിരി ടൈപ്പ്, ഓരോരുത്തരും ഡിഫറെന്റ് ആണ് അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. അപ്പോൾ ഓരോ സൈക്കോളജിസ്റ്റുകളും പല ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീനെ പറ്റി ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തർ പല കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റീനെ പറ്റി പറയുന്നുണ്ട്. ഓരോരുത്തർ ഇങ്ങനെ ആവാം, ഓരോ പേഴ്സണാലിറ്റികൾ അങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പം അതാണ് ഈ പേഴ്സണാലിറ്റി സൈക്കോളജിയിൽ ഇന്ന് വരുന്നത്. ഇനി രണ്ടാമത്തേന് ഡെവലപ്മെന്റൽ സൈക്കോളജി, അതായത് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉത്ഭവം എടുക്കുന്നത് മുതൽ ആ കുഞ്ഞ് വളർന്ന് വലുതായി ഒരു കുട്ടിയായി ഒരു അഡൾട്ടായി, അതുപോലെ തന്നെ ഓൾഡ് ഏജ് വരെ ആ ഒരു മനുഷ്യൻ മരിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ഡെവലപ്മെന്റൽ പ്രോസസ്സുമാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്ന വിഷയത്തിൽ വരുന്നത്. അപ്പം അതാണ് പിന്നെ നോൺ എക്സ്പെരിമെന്റൽ ബ്രാഞ്ചിൽ വരുന്നത്. ഡെവലപ്മെന്റൽ സൈക്കോളജി പിന്നീട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ചൈൽഡ് സൈക്കോളജി, അല്ലെങ്കിൽ അഡോളസന്റ് സൈക്കോളജി, ജെറൻഡോളജി, അങ്ങനെയൊക്കെ. ഓക്കെ, പിന്നെ വരുന്നതാണ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് സോഷ്യൽ സിറ്റുവേഷൻസിലെ ഹ്യൂമൻ ബിഹേവിയറിനെ പഠിക്കുന്നതാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മളിപ്പം സോഷ്യൽ സിറ്റുവേഷനിൽ വേറെ ബിഹേവിയർ ആയിരിക്കും അല്ലെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പം ആ സോഷ്യൽ ബിഹേവിയർ എങ്ങനെയാണ് ഓരോ മനുഷ്യരും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും ഓരോരുത്തരുടെ ബിഹേവിയർ എന്ന് സ്റ്റഡി ചെയ്യുന്നതാണ് സോഷ്യൽ സൈക്കോളജി. അപ്പം ആ 3 ബ്രാഞ്ചാണ് നോൺ എക്സ്പെരിമെന്റലിൽ വരുന്നത്. സോഷ്യൽ സൈക്കോളജി പിന്നീട് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡ് വന്നു. അതുപോലെ തന്നെ അതിൽ നിന്നാണ് ഓർഗനൈസേഷൻ സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡ് വന്നത്. അതായത് ഓർഗനൈസേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് ഓർഗനൈസേഷൻസിൽ അല്ലെങ്കിൽ വർക്ക് സെറ്റിംഗ്സിൽ എംപ്ലോയി മാനേജ്മെന്റ്, എംപ്ലോയി റിക്രൂട്ട്മെന്റ്, അവരുടെ വർക്ക് പ്രൊഡക്ടിവിറ്റി, അതിനെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്യുന്നതാണ് എന്ത് ഓർഗനൈസേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പം അത് 3 നോൺ എക്സ്പെരിമെന്റലിൽ വരുന്നത്. എക്സ്പെരിമെന്റലിൽ നമ്മുടെ ജനറൽ സൈക്കോളജി ആയിട്ടുള്ള കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്ത സൈക്കോളജിസ്റ്റ്മാർ സ്റ്റഡി ചെയ്യുന്നത് ഏതൊക്കെ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ലാംഗ്വേജ്, മെമ്മറി, അങ്ങനെയൊക്കെയുള്ള മെന്റൽ പ്രോസസ്സുകൾ. നോൺ എക്സ്പെരിമെന്റൽ ബ്രാഞ്ചിൽ ഏതൊക്കെയാണ് വരുന്നത്? പേഴ്സണാലിറ്റി, സോഷ്യൽ സൈക്കോളജി, അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ സൈക്കോളജി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ് ഫീൽഡ്സ് ഓഫ് സൈക്കോളജി. അപ്പം നേരത്തെ പറഞ്ഞത് ബ്രാഞ്ചസ് ആണ്, എക്സ്പെരിമെന്റൽ ആൻഡ് നോൺ എക്സ്പെരിമെന്റൽ. അത് 2 മെയിൻ ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി ആണ്. ഇപ്പൊ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബ്രോഡർ ടേം അല്ലേ.
സബ് ഫീൽഡ്സ് ഓഫ് സൈക്കോളജി എന്ന് പറയാം, ഫീൽഡ് ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ അവർ അതിനെപ്പറ്റി വേണ്ടി മാത്രം പഠിക്കുന്നതാണ് സബ് ഫീൽഡ് ഇൻ സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് അത് ഒത്തിരി തരത്തിലുള്ള സബ് ഫീൽഡ്സ് ഉണ്ട്. ഏതൊക്കെയാ? ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ്, ഓർഗനൈസേഷണൽ, ബയോസൈക്കോളജി, കൊഗ്നിറ്റീവ്, കമ്പാരിറ്റീവ്, cultural, experimental, learning, personality, physiological, sensation and perception psychology, social psychology, community, consumer, educational, ഫോറൻസിക്, എർഗണോമിക്സ്, മിലിറ്ററി, മെഡിക്കൽ, സ്പോർട്സ്, ഇങ്ങനെ ഒത്തിരി ഫീൽഡ് ഓഫ് സൈക്കോളജി ഉണ്ട്. അപ്പം ഈ ഓരോ ഫീൽഡിലുമാണ് ഓരോ കൈൻഡ് ഓഫ് സൈക്കോളജിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മളും സൈക്കോളജി വൺസ് പഠിച്ചിറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡ് നമുക്ക് സ്റ്റഡി ചെയ്ത് ഫർദർ സ്റ്റഡി ചെയ്ത് ആ ഒരു കൈൻഡ് ഓഫ് സൈക്കോളജിസ്റ്റ് ആയിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഓരോ ഫീൽഡും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ മെയിൻ ആയിട്ട് വരുന്ന അതായത് മെയിൻ ആയിട്ട് വരുന്ന സബ് ഫീൽഡ്സുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ക്ലിനിക്കൽ സൈക്കോളജി, അതുപോലെ തന്നെ കൗൺസിലിംഗ് സൈക്കോളജി, ഓർഗനൈസേഷണൽ സൈക്കോളജി, ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പം ക്ലിനിക്കൽ സൈക്കോളജി എന്താണെന്ന് നോക്കാം. ക്ലിനിക്കൽ സൈക്കോളജി സ്റ്റഡീസ് ഡയഗ്നോസിസ്, കോസസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ്. ക്ലിനിക്കൽ സൈക്കോളജി ആ നെയിമിൽ തന്നെ ക്ലിനിക്കൽ സെറ്റിംഗ്സിലെ, അതായത് മെന്റൽ ഡിസോർഡേഴ്സിന്റെ ഡയഗ്നോസിസ്, അവയുടെ കോസസ്, ട്രീറ്റ്മെന്റ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന സെഷനാണ് അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്ന ഫീൽഡാണ് എന്ത്? ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാർ എന്തായിരിക്കും? ഈ മെന്റൽ ഡിസോർഡേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന എക്സ്പേർട്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരും സൈക്കാട്രിസ്റ്റുമാരും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്, അല്ലെ? സൈക്കാട്രിസ്റ്റുമാരെന്ന് പറയുന്നത് അവര് MBBS കഴിഞ്ഞ, അതായത് നമ്മുടെ ജനറൽ മെഡിസിൻ ഡോക്ടേഴ്സ് ആണ്. അവർ മെഡിക്കലി ഡോക്ടേഴ്സ് ആണ്. ജനറൽ മെഡിസിനിൽ MBBS കഴിഞ്ഞ് അത് കഴിഞ്ഞ് MD അവർ സൈക്കാട്രി ചെയ്യുന്നു. പക്ഷെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അവര് BSc സൈക്കോളജി, അത് കഴിഞ്ഞ് MSc സൈക്കോളജി, പിന്നെ MPhil ഇൻ സൈക്കോളജി, ദെൻ ഇഷ്ടമുണ്ടെങ്കിൽ PhD ഇൻ സൈക്കോളജി കൂടി ചെയ്യുന്നവരുണ്ട്. പക്ഷേ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് RCI രജിസ്റ്റേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് MPhil നമ്മൾ പാസ്സാവണം. അപ്പോൾ മാത്രമാണ് നമുക്ക് RCIയുടെ ഒരു ലൈസൻസ് നമ്പർ കിട്ടത്തുള്ളൂ. ആ ലൈസൻസ് നമ്പർ ഉണ്ടെങ്കിലാണ് നമുക്ക് ക്ലിനിക്കിലും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലൊക്കെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. MSc കഴിഞ്ഞാലും നമ്മൾ സൈക്കോളജിസ്റ്റ് ആണ്, പക്ഷെ അവിടെ നമ്മൾ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് മാത്രമാണ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവുന്നില്ല. അതാവണമെങ്കിൽ MPhil ഇൻ RCI രജിസ്റ്റേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ട്രീറ്റ്മെന്റിലുള്ള വ്യത്യാസം നോക്കാം. സൈക്കാട്രിസ്റ്റിനാണെങ്കിൽ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, പക്ഷേ സൈക്കോളജിസ്റ്റിന് ഒരിക്കലും മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള പവർ ഇല്ല. ഓക്കെ, ഇപ്പൊ സിവിയർ മെന്റൽ കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ സൈക്കാട്രിസ്റ്റ്, അതായത് മെഡിസിൻ കൊണ്ട് മാത്രമേ ആ ഒരു ഡിസോർഡറിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് വരുമ്പോൾ നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നു ഒരു പേഷ്യന്റിന്. എന്നാൽ ഇപ്പൊ മെഡിസിൻസിന്റെ ആവശ്യമൊന്നുമില്ല, ചെറിയ സ്ട്രെസ്, ഒരു ടെൻഷൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നൊക്കെ ആണെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിംഗ് സെഷൻസ്, തെറപ്പി സെഷൻസ് ഇതൊക്കെ കൊടുക്കുന്നു. അതുപോലെ തന്നെ IQ അസസ്മെന്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരാണ്. അപ്പം ഒരു ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും രണ്ട് പേരും അക്കമ്പനൈ ചെയ്തിട്ടാണ് പേഷ്യൻസിനെ കാണുന്നത്. ഇപ്പം ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് ഒരു പേഷ്യന്റ് വന്നു, സൈക്കാട്രിസ്റ്റ് തോന്നാണ്, അതായത് ഈ പേഷ്യന്റ് മെഡിസിൻ കൊണ്ട് മാത്രം ശരിയാവണമെന്നില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ക്ലോസ്ട്രോഫോബിയ, അതായത് ക്ലോസ്ഡ് സ്പേസസ്, ഇപ്പൊ ലിഫ്റ്റിലൊക്കെ കയറുമ്പോൾ ഭയങ്കര പേടി, അതിനെയാണ് നമ്മൾ ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പേഷ്യന്റ് സൈക്കാട്രിസ്റ്റിനെ കാണാൻ വന്നാൽ അത് ഭയങ്കര സിവിയർ കണ്ടീഷൻ ആണെങ്കിൽ സൈക്കാട്രിസ്റ്റ് മെഡിസിൻ കൊടുക്കുന്നു. പക്ഷേ ആ ഒരു മെഡിസിൻ കൊണ്ട് മാത്രം ആ ഒരു രോഗം അവിടെ മാറുന്നില്ല. ഒരു സൈക്കോളജിസ്റ്റിന്റെ സെഷനും കൂടി ആവശ്യമുണ്ട്. സൈക്കോളജിസ്റ്റിന് അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പം എക്സ്പോഷർ തെറപ്പി, പല ടൈപ്പ് ഓഫ് തെറപ്പീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഒരു സൈക്കോളജിസ്റ്റിന്. അപ്പം ഈ സെയിം പേഷ്യന്റിന് സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റിനെയും കൂടി റെഫർ ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അപ്പം തെറപ്പി പ്ലസ് മെഡിക്കേഷൻ, അപ്പം രണ്ടുപേരും ഒരുമിച്ചാണ് ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്ന ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഡിഫറൻസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദേ ആർ മെഡിക്കലി ഡോക്ടേഴ്സ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിയിൽ ബിരുദം, ബിരുദാന്തര ബിരുദം, MPhil അങ്ങനെ എടുത്തു വരുന്ന വർക്കറാണ്. ഓക്കെ,
അപ്പൊ അതാണ് ക്ലിനിക്കൽ സൈക്കോളജി. നമുക്കിപ്പം ഒത്തിരി തരത്തിലുള്ള മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ട് അല്ലെ, ആങ്സൈറ്റി, ഡിപ്രഷൻ, അതുപോലെ തന്നെ സ്കീസോഫ്രീനിയ, ബൈപ്പോളർ അഫക്റ്റീവ് ഡിസോർഡേഴ്സ്, ഒത്തിരി ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും ഡയഗ്നോസിസ്, അതിന്റെ കാരണങ്ങൾ, അതിന്റെ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ്, ഇതൊക്കെയാണ് ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ഫീൽഡാണ്, അതായത് കൗൺസിലിംഗ് സൈക്കോളജി. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അസിസ്റ്റ് ഇൻഡിവിജ്വൽസ് ഇൻ ഡീലിംഗ് വിത്ത് മെനി പേഴ്സണൽ പ്രോബ്ലംസ് ദാറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. ഇപ്പൊ കൗൺസിലിംഗ് സൈക്കോളജി എന്നൊക്കെ പറയുകയാണെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് വരുന്നവർക്ക് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകൾ കൗൺസിലിംഗ് സെഷൻസ് അറേഞ്ച് ചെയ്യുന്നു. ഇപ്പം കരിയർ ചൂസ് ചെയ്യാനായിട്ട് കുറച്ച് പേടി അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഒക്കെ ആയിട്ട് ഇരിക്കുന്നവർ, അതല്ലെങ്കിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഇമോഷണൽ ട്രബിൾസ് ഫേസ് ചെയ്യുന്നവർ, ബിഹേവിയറൽ പ്രോബ്ലംസ്, അതായത് ഓവർ ഈറ്റിംഗ്, അങ്ങനെയൊക്കെയുള്ള കുട്ടി കുട്ടി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവർക്കൊക്കെ ചെറിയ കൗൺസിലിംഗ് സെഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്മാരുടെ റോൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോ അത് തന്നെ ഇപ്പൊ നമ്മുടെ ഇവിടെ ഒത്തിരി കൈൻഡ്സ് ഓഫ് കൗൺസിലേഴ്സ് ഉണ്ട് അല്ലെ. ഇപ്പം ഫാമിലി കൗൺസിലേഴ്സ് ഉണ്ട്, മാരേജ് കൗൺസിലേഴ്സ് ഉണ്ട്, ചൈൽഡ് കൗൺസിലർ. അവർ ആ സ്പെഷ്യലൈസ്ഡ് ഏരിയയിലാണ് കൗൺസിലിംഗ് നടക്കുന്നത്. ഇപ്പം മാരേജ് കൗൺസിലേഴ്സ് എന്നൊക്കെ പറയുവാണെങ്കിൽ ഇപ്പം വിവാഹവും അതിനുശേഷവും ഉണ്ടാകുന്ന അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാനേജ് ചെയ്യുവാനും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അവരുടെ ലൈഫിനെ അഡാപ്റ്റ് ചെയ്യാനും കോപ്പ് ചെയ്യാനൊക്കെ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സ്കിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒരു മാരേജ് കൗൺസിലറിന്റെ റോള് വരുന്നത്. അപ്പം അതാണ് കൗൺസിലിംഗ് സൈക്കോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഓർഗനൈസേഷണൽ സൈക്കോളജി. ഓർഗനൈസേഷണൽ സൈക്കോളജി സ്റ്റഡീസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ബിഹേവിയർ ഇൻ വർക്ക് സെറ്റിംഗ്സ്. അതായത് ആ നെയിമിൽ തന്നെയുണ്ട്, അതായത് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കമ്പനീസിൽ, ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എല്ലാം വർക്ക് ചെയ്യുന്ന സൈക്കോളജിസ്റ്റുമാരാണ് ഓർഗനൈസേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് അവർ മെയിനായിട്ട് എന്തൊക്കെയായിരിക്കാൻ നോക്കുന്നത്? റിക്രൂട്ട്മെന്റ്സ് ഓഫ് എംപ്ലോയീസ്, ഓക്കെ, റിക്രൂട്ട്മെന്റ് ഓഫ് എംപ്ലോയീസ്, പെർഫോമൻസ് അപ്രൈസൽ, വർക്ക് മോട്ടിവേഷൻ, ലീഡർഷിപ്പ്. അതായത് ഇപ്പം ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയിലെ എംപ്ലോയീസ് തമ്മിലുള്ള അവരുടെ ആ ഒരു ഇന്ററാക്ഷൻ, അവരുടെ വർക്ക് പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, ആ ഓരോ എംപ്ലോയീസിനെ എങ്ങനെ റിക്രൂട്ട് ചെയ്യാം, അവരുടെ മെന്റൽ ഹെൽത്ത് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അവരുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഒരു ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇപ്പം പറയുന്നത് ഒത്തിരി ഇപ്പം ഒരു റിക്രൂട്ട്മെന്റ് ഓഫ് എംപ്ലോയീസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒത്തിരി കൈൻഡ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, സൈക്കോളജിക്കൽ ടൂൾസ് അവൈലബിൾ ആണ്. അപ്പം അത് യൂസ് ചെയ്തിട്ട് ഒരു ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് അവരുടെ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം അതൊക്കെയാണ് ഒരു ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റിന്റെ റോൾ വരുന്നത്. എങ്ങനെ അവരുടെ മോട്ടിവേഷൻ, അവരുടെ പെർഫോമൻസ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ, സൂപ്പർവിഷൻ, ഇതൊക്കെ എങ്ങനെ ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ് ഇവർ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ ഒരു ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് ആവണമെങ്കിൽ നമുക്ക് MSc ലാസ്റ്റ് സ്പെഷ്യലൈസേഷൻ നമുക്ക് ഓർഗനൈസേഷണൽ സൈക്കോളജി എന്ന് പറയുന്ന പേപ്പർ എടുക്കുകയാണെങ്കിൽ നമുക്ക് HR മാനേജർ, അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് ഒക്കെ ആയിട്ട് പല പല ഡിപ്പാർട്ട്മെന്റ്സ് കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്ന ഡിസിപ്ലിൻ ഡീൽസ് വിത്ത് ക്ലാസ് റൂം ഡൈനാമിക്സ്, ടീച്ചിങ് സ്റ്റൈൽസ് ആൻഡ് ലേണിംഗ്. അതായത് ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതാണ് ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്. അതായത് ക്ലാസ് റൂം ഡൈനാമിക്സ്, ടീച്ചിങ് സ്റ്റൈൽസ്, ലേണിംഗ്, അതായത് ഏതൊക്കെ തരത്തിൽ ഇപ്പം പല ടൈപ്പ് ഓഫ് കുട്ടികൾ ഉണ്ടാവുമല്ലേ ഒരു ക്ലാസ്സിൽ. അപ്പം ആ ഓരോ കുട്ടികളെ മനസ്സിലാക്കി ഏതൊക്കെ തരത്തിലുള്ള ലേണിംഗ് സ്റ്റൈൽസ് അല്ലെങ്കിൽ ടീച്ചിങ് സ്റ്റൈൽസ് അഡോപ്റ്റ് ചെയ്താലാണ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം ഉണ്ടാക്കാം എന്നൊക്കെ റിസർച്ച് ചെയ്ത് അത് അപ്ലൈ ചെയ്യുന്നവരാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
എങ്ങനെയൊക്കെ ആ ഒരു ലേണിംഗ് മോട്ടിവേഷൻ ഇതൊക്കെ അവരിൽ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റ്മാർ നോക്കുന്നത്. അപ്പം ഇതിന്റെ ഫെർദർ വരുന്നതാണ് സ്കൂൾ സൈക്കോളജിസ്റ്റുകൾ. അതായത് ഇപ്പം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും തന്നെ ഒരു സ്കൂൾ കൗൺസിലർ അല്ലെങ്കിൽ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റുകൾ ഉണ്ടാവും അല്ലേ. ഇവരെന്താ ഓരോ കുട്ടികളുടെയും അവരുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള ബെറ്റർ ലേണിംഗ് സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. നെക്സ്റ്റ് വരുന്നതാണ് കൊഗ്നിറ്റീവ് സൈക്കോളജി. കൊഗ്നിറ്റീവ് സൈക്കോളജി ഇൻവെസ്റ്റിഗേറ്റ് ഓൾ ആസ്പെക്ട്സ് ഓഫ് കൊഗ്നിഷൻ, മെമ്മറി, തിങ്കിങ്, റീസണിങ്, ലാംഗ്വേജ്, ഡിസിഷൻ മേക്കിംഗ് എക്സെട്ര. അപ്പൊ കൊഗ്നിറ്റീവ് സൈക്കോളജി, കൊഗ്നിഷൻ ഞാൻ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞു. കൊഗ്നിഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റീസിനെയാണ് കൊഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം കൊഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാ? മെമ്മറി, ദെൻ തിങ്കിങ്, റീസണിങ്, ലാംഗ്വേജ്. ഇവിടെ എല്ലാം ബ്രെയിൻ ആണ് ഈ പറയുന്ന എല്ലാ പ്രോസസ്സുകളും കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. അപ്പം ഈ പറയുന്ന എല്ലാ പ്രോസസ്സുകളെ പറ്റി പഠിച്ച് പല പല റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നതാണ് കൊഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുമാര് ചെയ്യുന്നത്. അതാണ് കൊഗ്നിറ്റീവ്, ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് കൊഗ്നിഷൻ, ബ്രെയിൻ ആക്ടിവിറ്റീസ്, ആ ഒരു ഏരിയയിൽ റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് ആണ് ആര്? കൊഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബയോ സൈക്കോളജി. ദിസ് ബ്രാഞ്ച് ഡീൽസ് വിത്ത് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ. അതായത് നമുക്കറിയാം നമ്മൾ ഓരോ മനുഷ്യരും പല രീതിയിലായിരിക്കും പെരുമാറുന്നത്. അപ്പം അവർക്ക് ആ പെരുമാറുന്നതിന്റെ പിന്നിൽ അവരുടേതായിട്ടുള്ള ഒത്തിരി ബയോളജിക്കൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം അല്ലെ. ഇപ്പൊ നമ്മുടെ ബ്രെയിൻ തന്നെ അല്ല, ബ്രെയിനാണ് നമ്മുടെ ഒരു മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഈ ബ്രെയിൻ ഇപ്പൊ ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ മെന്റൽ പ്രോസസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ഫോർ ബ്രെയിൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല പാർട്സ് ഓഫ് ബ്രെയിൻ പല കാര്യങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. അപ്പം അത് ഈ ബ്രെയിൻ എങ്ങനെയൊക്കെയാണ് ഓരോ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്, അതൊക്കെയാണ് ബയോ സൈക്കോളജിയിൽ പഠിക്കുന്നത്. പ്ലസ് ജെനറ്റിക്സ്, അതായത് നമുക്കറിയാം നമ്മുടെ പേരൻസിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അവരിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇപ്പം ഒത്തിരി ഇന്റലിജന്റ് ആയിട്ടുള്ള പേരൻസ് ആണെങ്കിൽ അവരുടെ മക്കൾക്കും കുറേയൊക്കെ ഇന്റലിജന്റ് ആയിരിക്കും അല്ലെ. അതെന്തുകൊണ്ടാ? ആ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ജീൻ ഫാക്ടർ ആ പേരൻസിൽ നിന്ന് ആ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പം ആ ഹെറിഡിറ്റി, ജീൻസ്, അതുപോലെ തന്നെ ബ്രെയിൻ, എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ആ രണ്ടുപേരുടെ ലിങ്ക് ആണ്. അതായത് ആ ബയോളജിക്കൽ ആയിട്ടുള്ളതും പ്ലസ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയർ, ആ രണ്ട് ഫീൽഡിന്റെ ലിങ്ക് ആണ്. അതായത് രണ്ടുപേരും കണക്ട് ചെയ്തിട്ടുള്ള പഠനമാണ് എന്ത്? ബയോ സൈക്കോളജി. അതാണ് ദിസ് ബ്രാഞ്ച് ഡീൽ വിത്ത് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ. എങ്ങനെയാണ് ഒരാളുടെ ശരീരഘടന, അതായത് നമ്മുടെ ബിഹേവിയറിന്റെ ഒക്കെ പിന്നിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ബ്രെയിൻ, നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസ് ഒത്തിരി ഹോർമോൺസിന് സിക്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ എമർജൻസി ഹോർമോൺ ആയിട്ടാണ് കരുതപ്പെടുന്നത്. കാരണം എന്താ? ഇപ്പൊ നമ്മൾ റോട്ടിൽ കൂടെ നടത്തുമ്പോൾ പെട്ടെന്ന് ഒരു പാമ്പിനെ കണ്ടു. അപ്പം എന്താ ചെയ്യേണ്ടത്? ഒന്നല്ലെങ്കിൽ അവിടെ നിന്ന് ഓടാ, അല്ലെങ്കിൽ പാമ്പായിട്ട് ഫൈറ്റ് ചെയ്യുക അല്ലേ. അപ്പൊ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്, ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മളെ കോപ്പ് ചെയ്യാനായിട്ട്, അതായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന അഡ്രിനാലിൻ ഹോർമോൺ ആണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെ പിന്നിലും പല പല പ്രോസസ്സുകൾ, ബ്രെയിനിന്റെ പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പം ഇത് പഠിക്കുന്നതാണ് ആര്? ഈ ബയോ സൈക്കോളജിസ്റ്റുകൾ. ഓക്കെ, അപ്പൊ അതാണ് ബയോ സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് എക്സ്പെരിമെന്റൽ സൈക്കോളജി. എക്സ്പെരിമെന്റൽ, ആ നെയിമിൽ തന്നെ ഉണ്ട്. എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തത് കൊണ്ട് തന്നെ പല സൈക്കോളജിക്കൽ പ്രോസസ്സിനെ പറ്റി പഠിക്കുന്ന ഫീൽഡാണ് എക്സ്പെരിമെന്റൽ സൈക്കോളജി. അതായത് ഇറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സൈക്കോളജിക്കൽ പ്രോസസ്സസ് ലൈക്ക് പെർസെപ്ഷൻ, ലേണിംഗ് ആൻഡ് മോട്ടിവേഷൻ. മനസ്സിലായല്ലോ? ഇനി അടുത്തത് social psychology. Social psychology, the field of social psychology helps in investigating human social behavior, including attitudes, conformity, persuasion, prejudice, friendship, aggression, helping, and so forth. സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഹ്യൂമൻ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പം ചിലപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു സിനിമ കാണാൻ പോയി, ഒരു ക്യൂ ഇല്ലാണ്ട് നിൽക്കുവാണെങ്കിലോ, ഇപ്പം ടിക്കറ്റ് എടുക്കാനായിട്ട് അവിടെ ആരും ക്യൂ ഒന്നും നിൽക്കുന്നില്ല
നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വലിയ കാര്യത്തിൽ അത് ചെയ്യില്ല, നമ്മൾ ഫോളോ ചെയ്യില്ല അല്ലെ. ഇപ്പം തൊട്ടപ്പുറത്തെ കൗണ്ടറിൽ എല്ലാവരും ക്യൂല് നിൽക്കുകയാണെങ്കിൽ ഇത് അവിടെ ക്യൂല് നിൽക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളും പോയി ബാക്കിൽ ക്യൂ നിൽക്കും. അപ്പൊ നമ്മളവിടെ അവരുടെ ബിഹേവിയർ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണല്ലേ. അങ്ങനെ നിന്നാൽ അതിനാണ് കൺഫേമിറ്റി. ഒരാൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മളും അതുപോലെ തന്നെ ചെയ്യുന്നു. ഓക്കെ, അപ്പം സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് സോഷ്യൽ സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്, നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ്, ആറ്റിറ്റ്യൂഡ്സ്, അതുപോലെ തന്നെ ഓരോ കാര്യത്തിനെ പറ്റിയിട്ട് ഉണ്ടാവും അല്ലെ. അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ സ്റ്റഡി ചെയ്യുന്ന, റിസർച്ച് ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡിൽ പഠിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് കൺസ്യൂമർ സൈക്കോളജി. കൺസ്യൂമർ സൈക്കോളജി ഫീൽഡ് ഈസ് ഇൻവോൾവ് ഇൻ റിസർച്ചസ് റിലേറ്റഡ് ടു പാക്കേജിംഗ്, അഡ്വർടൈസിംഗ്, മാർക്കറ്റിംഗ് മെത്തേഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺസ്യൂമേഴ്സ്. ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ, അതായത് മെയിൻ ആയിട്ട് വരുന്ന കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന ആളെ, ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് അത് കൺസ്യൂം ചെയ്യുന്ന ആളെയാണ് നമ്മളൊക്കെ ഓരോ തരത്തിലുള്ള കൺസ്യൂമേഴ്സ് ആണല്ലേ. അപ്പം അതിനെ പറ്റിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവന്നാലാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലായിരിക്കും കൂടുതൽ മാർക്കറ്റിംഗ് ഉണ്ടാവുക അല്ലെങ്കിൽ കൂടുതൽ സെയിൽസ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുന്നതാണ് ഒരു കൺസ്യൂമർ സൈക്കോളജിസ്റ്റിന്. ഇപ്പം പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരസ്യങ്ങൾ നമ്മൾ ടി വിയിൽ കാണുന്നുണ്ടാവാം അല്ലെ. ഇതിന്റെയൊക്കെ പിന്നിൽ എങ്ങനെയായിരിക്കും ഒരാളുടെ അട്രാക്ഷൻ, അത് കാണുന്ന ഒരാളുടെ അട്രാക്ഷൻ ആ പ്രൊഡക്റ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ ആയിരിക്കാം ഒരു കൺസ്യൂമർ സൈക്കോളജിസ്റ്റ് ചിന്തിക്കുന്നുണ്ടാവുക. മാക്സിമം ആ പ്രൊഡക്റ്റ് എങ്ങനെ വിറ്റഴിക്കാം അല്ലെ, എങ്ങനെയൊക്കെ അത് മാർക്കറ്റ് ചെയ്താലായിരിക്കും നമുക്ക് കൂടുതൽ സെയിൽസ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ ആയിരിക്കും ഒരു കൺസ്യൂമർ സൈക്കോളജിസ്റ്റ് സ്റ്റഡി ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ വരുന്നതാണ് സ്പോർട്സ് സൈക്കോളജി. സ്പോർട്സ് സൈക്കോളജി ഇസ് എ സ്റ്റഡി ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് സൈക്കോളജി ഓൺ സ്പോർട്സ്, അത്ലറ്റിക് പെർഫോമൻസ്, എക്സസൈസ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി. അതായത് ഒരു അത്ലീറ്റ്സിന്റെ മെന്റൽ ഹെൽത്ത്, അവരുടെ ബെറ്റർ പെർഫോമൻസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഒരു സ്പോർട്സ് സിറ്റുവേഷനിൽ അവരുടെ ബെറ്റർ പെർഫോമൻസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഒരു സ്പോർട്സ് സൈക്കോളജിസ്റ്റ്. അപ്പൊ അവർ കൂടുതലും അത്ലീറ്റ്സിന്റെ ഇടയിലായിരിക്കും വർക്ക് ചെയ്യുന്ന, അത്ലീറ്റ്സോ അല്ലെങ്കിൽ സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആരുമായിക്കോട്ടെ അവരുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നതാണ് സ്പോർട്സ് സൈക്കോളജിസ്റ്റുമാർ എന്ന് പറയുന്നത്. എന്തൊക്കെ തരത്തിൽ അവരും ഒത്തിരി സ്ട്രെസ്സും എല്ലാം അവരും ഫേസ് ചെയ്യുന്നുണ്ടാവാം അല്ലെ, ഓരോ കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് മുമ്പൊക്കെ ആയിട്ട്. അപ്പം അതെങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അവരുടെ പെർഫോമൻസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അവയർനെസ് പ്രോഗ്രാംസും കൗൺസിലിംഗ് സെഷൻസും ഇതൊക്കെ ആയിരിക്കാം സ്പോർട്സ് സൈക്കോളജിസ്റ്റുമാർ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കൾച്ചറൽ സൈക്കോളജി. കൾച്ചറൽ സൈക്കോളജി സ്റ്റഡീസ് ദ വേസ് ഇൻ വിച്ച് കൾച്ചർ, സബ് കൾച്ചർ ആൻഡ് എത്നിക് ഗ്രൂപ്പ് മെമ്പർഷിപ്പ് അഫക്ട് ബിഹേവിയർ. അതായത് നമ്മൾ ഓരോരുത്തരും പല കൾച്ചറിലാണ് ജീവിക്കുന്നത് അല്ലേ. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഈ കൾച്ചർ ഒരു മനുഷ്യന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പല കൾച്ചറൽ സൈക്കോളജിസ്റ്റുമാരാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവര് ഓരോ കൾച്ചറിലും പോയി അവരുടെ ആ കൾച്ചർ എങ്ങനെയായിരിക്കും അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നൊക്കെ സ്റ്റഡി ചെയ്ത് റിസർച്ചേഴ്സ് കണ്ടക്ട് ചെയ്ത് പഠിക്കുന്നതിനെയാണ് കൾച്ചറൽ സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കൾച്ചർ, സബ് കൾച്ചർ, എത്നിസിറ്റി, ഇതൊക്കെ എങ്ങനെയായിരിക്കാം ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സിന്റെ ബിഹേവിയർ അഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് കൾച്ചറൽ സൈക്കോളജി ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എർഗണോമിക്സ്. എർഗണോമിക്സ് ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് മാനേജിങ് ദ വർക്ക് പ്ലേസ് എൻവയോൺമെന്റ്, പ്രൊഡക്ട്സ് ഓർ സിസ്റ്റംസ് ഫോർ ദ കംഫർട്ട് ആൻഡ് ഒപ്റ്റിമം പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. അതായത് ഇപ്പൊ ഈ ഫോട്ടോയിൽ കണ്ടത്, ഫസ്റ്റ് ഫോട്ടോ എന്ന് പറയുന്നത് അയാൾ കറക്റ്റ് പൊസിഷനിൽ ഇരിക്കുന്നു, അയാളുടെ ഐ കറക്റ്റ് ആയിട്ട് ലാപ്ടോപ്പിലോട്ട് പോകുന്നു, അതൊരു കറക്റ്റ് അയാൾക്ക് ഒരു സ്ട്രെസ്ഫുൾ അല്ലാത്ത രീതിയിലാണ് അയാളുടെ ആ ഒരു വർക്ക് സെറ്റിംഗ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. രണ്ടാമത്തെ പിക്ചറിൽ എന്ന് പറയുന്ന അയാള് നടുവ് അടച്ചിരിക്കുന്നു, മൊത്തത്തിൽ അയാൾക്ക് അതൊരു ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിലാണ് അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞ എർഗണോമിസ്റ്റുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബെറ്റർ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ വർക്ക് സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവർ അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് പ്ലേസ് എൻവയോൺമെന്റ്, പ്രോഡക്റ്റ്, സിസ്റ്റംസ് എല്ലാം ക്രിയേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. എന്തിനാ? ഫോർ ദ കംഫർട്ട് ആൻഡ് ദ ഒപ്റ്റിമം പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. അതായത് ഓരോ എംപ്ലോയീസിന്റെയും അവരുടെ ഒപ്റ്റിമം ലെവൽ ഓഫ് പെർഫോമൻസ് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക്
അവർക്ക് പറ്റുന്ന രീതിയിലുള്ള വർക്ക് പ്ലേസ് എൻവയോൺമെന്റ് സിസ്റ്റംസ് പ്രോഡക്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, ഡിസൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് എർഗണോമിസ്റ്റുമാർ ഡീൽ ചെയ്യുന്ന കാര്യം. ഓക്കെ, അപ്പൊ അതാണ് എർഗണോമിക്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീൽഡ് അല്ല, എന്നാലും ജസ്റ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ദെൻ കമ്പാരിറ്റീവ് സൈക്കോളജി. കമ്പാരിറ്റീവ് സൈക്കോളജി സ്റ്റഡീസ് ആൻഡ് കമ്പയർസ് ബിഹേവിയർ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ്, എസ്പെഷ്യലി ആനിമൽസ്. ദീസ് സൈക്കോളജിസ്റ്റ് ഗ്യാദർ ഇൻഫോർമേഷൻ വിച്ച് ക്യാൻ ബി കമ്പയർഡ് വിത്ത് ആൻഡ് അപ്ലൈഡ് ടു ഹ്യൂമൻ ബിഹേവിയർ. അതായത് കമ്പാരിറ്റീവ് സൈക്കോളജിസ്റ്റ്മാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മളും ആനിമൽസും തമ്മിൽ, ഇപ്പം ചിമ്പാൻസിന്റെ കാര്യമൊക്കെ എടുക്കുവാണെങ്കിൽ ഹ്യൂമൻസും ചിമ്പാൻസും 99% സിമിലർ ആണ്. ജസ്റ്റ് 1% ആണ് നമ്മൾ അവരും തമ്മിലുള്ള ഒരു വ്യത്യാസമുള്ളൂ. അപ്പം ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കുമ്പോൾ അവർ ആനിമൽസിലായിരിക്കും എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തത്. ഇപ്പം ഏതൊരു വാക്സിൻ പുതുതായിട്ട് കൊണ്ടുവന്നാലും അവരിൽ ആനിമൽസ് ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർ ഹ്യൂമൻസിലോട്ട് കൊണ്ടുവരുന്നുള്ളൂ അല്ലേ. കാരണം എന്താ, ഹ്യൂമൻസും ആനിമൽസും തമ്മിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈ കൊഗ്നിറ്റീവ് പ്രോസസ് ആയിട്ടുള്ള തിങ്കിങ്, മെമ്മറി ഒക്കെയാണ് ഈ ആനിമൽസിൽ ലാക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ കമ്പാരിറ്റീവ് സൈക്കോളജി അവർ കമ്പയർ ചെയ്യും എങ്ങനെയൊക്കെയാണ് ഈ ആനിമൽ ബിഹേവിയർ അവർ സ്റ്റഡി ചെയ്തിട്ട് അത് അങ്ങനെ തന്നെയാണോ ഹ്യൂമൻസിലും എന്നുള്ളത് അവർ കമ്പയർ ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു ഹണീബിയുടെ കോളനി, അതായത് ഒരു തേനീച്ചയുടെ കോളനി എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ക്വീൻ ഹണീബി ഉണ്ടാവും അല്ലേ, അതായത് ഒരു രാജ്ഞി ഉണ്ടാവും. ആ രാജ്ഞി ഇൻസ്ട്രക്ട് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും അതിൻ്റെ കൂടെയുള്ള വർക്കർ ബീസ് തേൻ കളക്ട് ചെയ്യുകയും അത് സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് നമുക്ക് ഹ്യൂമൻ ബിഹേവിയറിലേക്ക് കമ്പയർ ചെയ്താലോ, ഹ്യൂമൻ ബിഹേവിയറിലെ ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം അല്ലേ. അവിടെ അത് ആ തേനീച്ച, അവിടെ ആ രാജ്ഞി എന്ന് പറയുന്ന ക്വീൻ ഹണീബി അതല്ലേ ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ്, ഒരു ലീഡറായിട്ട് അവിടെ ആ കൂടെയുള്ള വർക്കർ ബീസിനെ നയിക്കുകയാണല്ലേ. അതുപോലെ തന്നെയല്ലേ ഹ്യൂമൻ ബിഹേവിയറിലെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പം അതാണ് കമ്പാരിറ്റീവ് സൈക്കോളജി ആനിമൽ ബിഹേവിയറിനെയും ഹ്യൂമൻ ബിഹേവിയറിനെയും തമ്മിൽ കമ്പയർ ചെയ്ത് സ്റ്റഡി ചെയ്യുന്ന ഫീൽഡാണ് കമ്പാരിറ്റീവ് സൈക്കോളജി. ഇനി നെക്സ്റ്റ് വരുന്നതാണ് പേഴ്സണാലിറ്റി സൈക്കോളജി. അതായത് ദ ഫീൽഡ് ഓഫ് പേഴ്സണാലിറ്റി സൈക്കോളജി സ്റ്റഡീസ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആൻഡ് ഡൈനാമിക്സ്. സൈക്കോളജിസ്റ്റ് ഡെവലപ്പ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ടെസ്റ്റ് ഫോർ അസസിങ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. അതായത് പേഴ്സണാലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്, ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോരുത്തർക്കും പല കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ആയിരിക്കും. അപ്പോൾ പണ്ട് കാലം മുതൽക്കേ തന്നെ പല റിസർച്ചേഴ്സും സൈക്കോളജിസ്റ്റുമാരൊക്കെ പല പേഴ്സണാലിറ്റി തിയറീസ് കൊണ്ടുവന്നിട്ടുണ്ട്, പല കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റീനെ പറ്റി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്യുന്നതാണ് പേഴ്സണാലിറ്റി സൈക്കോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒത്തിരി പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈക്കോളജിക്കൽ ടൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം MMPI എന്നൊക്കെ പറയുന്നത് ഒരു പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈക്കോളജിക്കൽ ടൂൾസ് ആണ്. അപ്പം അതിനെ പറ്റിയിട്ടൊക്കെയുള്ള സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ചാണ് പേഴ്സണാലിറ്റി സൈക്കോളജി. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫോറൻസിക് സൈക്കോളജി. ഇറ്റ് ഈസ് എ ഫീൽഡ് വിച്ച് ഇസ് എ ബ്ലെൻഡ് ഓർ കോമ്പിനേഷൻ ഓഫ് സൈക്കോളജി ആൻഡ് ലോ. ഇറ്റ് ഇൻവോൾവ് psychological assessment of individuals usually suspected for an illegal act or crime. അതായത് ഏതെങ്കിലുമൊക്കെ ക്രൈമിലും ഇല്ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുന്ന, ഇപ്പം എന്തെങ്കിലുമൊക്കെ നമുക്കറിയാലേ റേപ്പ്, മർഡർ അതുപോലെയൊക്കെയുള്ള ക്രൈം സിറ്റുവേഷൻസിൽ ആക്റ്റീവായിട്ട് അവരുടെ ഒപ്പീനിയൻസും അവരുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ് ഫോറൻസിക് സൈക്കോളജിസ്റ്റുമാർ എന്നുള്ളത്. അതായത് അതിന് പിന്നിലുള്ള മോട്ടീവ് എന്തായിരിക്കാം, അങ്ങനെ ചെയ്യുമോ എന്നിപ്പോൾ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതൊക്കെയാണ് ഫോറൻസിക് സൈക്കോളജിസ്റ്റുമാർ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, ഇനി മിലിറ്ററി സൈക്കോളജി. ദിസ് ബ്രാഞ്ച് ഓഫ് സൈക്കോളജി റെഫേഴ്സ് ടു സ്റ്റഡി ഓഫ് ഇംപ്ലൈയിങ് സൈക്കോളജിക്കൽ തിയറീസ് ടു അണ്ടർസ്റ്റാൻഡ് ആസ് വെൽ ആസ് പ്രെഡിക്ട് ബിഹേവിയേഴ്സ് ഓഫ് മിലിറ്ററി ഫോഴ്സസ് വിത്തിൻ കൺട്രി ആസ് വെൽ ആസ് ദോസ് ഓഫ് ഔട്ട്സൈഡ് ദ കൺട്രി. അതായത് മിലിറ്ററി, അതായത് നമ്മുടെ മിലിറ്ററി ഫോഴ്സസിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന സൈക്കോളജിസ്റ്റുമാരാണ് മിലിറ്ററി സൈക്കോളജിസ്റ്റ്. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സോൾജിയേഴ്സ് അല്ലെങ്കിൽ മിലിറ്ററി ഓഫീസേഴ്സ്, അവരുടെയൊക്കെ മെന്റൽ ഹെൽത്ത്, അവരെ കുറച്ചും കൂടി അവരുടെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഒക്കെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ വെൽബീങ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നൊക്കെ ഉള്ളതൊക്കെയാണ് മിലിറ്ററി സൈക്കോളജിസ്റ്റുമാർ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതൊക്കെയാണ് സബ് ഫീൽഡ്സ് ഇൻ സൈക്കോളജി. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്ലിനിക്കൽ, കൗൺസിലിംഗ്, ഓർഗനൈസേഷണൽ, കോഗ്നിറ്റീവ്, കമ്മ്യൂണിറ്റി സൈക്കോളജി, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ സ്പോർട്സ്, ഫോറൻസിക്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എല്ലാ മേഖലകളിലും സൈക്കോളജിസ്റ്റുമാർക്ക് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട
ഫീൽഡ് ഏതാണ്. ഇപ്പം മെന്റൽ ഡിസോർഡേഴ്സ്, മാനസിക രോഗങ്ങളെ പറ്റിയൊക്കെ പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അതല്ല ഇപ്പം കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത് കുറച്ചും കൂടിയും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി സ്കിൽസ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഓർഗനൈസേഷണൽ സൈക്കോളജി തിരഞ്ഞെടുക്കുന്നത് കുറച്ചും കൂടിയും ബെറ്റർ ആയിരിക്കും. അതല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജി, നമുക്കിപ്പം ഒരു ആൾ വന്ന് നമ്മുടെ അടുത്ത് അവരുടെ പ്രശ്നം പറയുമ്പോൾ അത് അതുപോലെ തന്നെ സ്വീകരിച്ച് അവർക്ക് നല്ലൊരു ഓപ്ഷൻ, ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, അവരെ ഒന്ന് സമാധാനിപ്പിക്കാനൊക്കെ നല്ല കഴിവൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജി ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് മൂന്നാണ് നമ്മുടെ കേരളത്തിൽ കുറച്ചും കൂടി നല്ല പ്രാബല്യത്തിൽ അല്ലെങ്കിൽ ഡിമാൻഡ് ഉള്ള ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പം ഫോറൻസിക് മിലിറ്ററി ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ കൂടിയും അത് കുറച്ച് നമ്മുടെ ഈ കേരളത്തിലൊന്നും അങ്ങനെ ആയി വന്ന് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് സബ് ഫീൽഡ്സ് ഇൻ സൈക്കോളജി. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ടോപ്പിക് ആണ്, അതായത് സൈക്കോളജി ഇൻ ഇന്ത്യ. അതായത് എങ്ങനെയാണ് ഇന്ത്യയിൽ സൈക്കോളജി വന്നതെന്ന് നോക്കാം. ഇൻ ഇന്ത്യ ദ സൈക്കോളജി വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലോസഫി ഇൻ കൽക്കട്ട യൂണിവേഴ്സിറ്റി 1916. അപ്പോൾ 1916 കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലോസഫിയിലാണ് ആദ്യമായിട്ട് സൈക്കോളജി എന്ന് പറയുന്ന ഒരു വിഷയം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പം അതിന്റെ ഫസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് നിയമിക്കപ്പെട്ടത് ഡോക്ടർ എൻ സെൻഗുപ്ത ആയിരുന്നു. അതുപോലെ തന്നെ ദ ഇന്ത്യൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ IPA വാസ് ഫോംഡ് ഇൻ 1925. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് ദ ഇന്ത്യൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. അത് എന്നാണ് ഫോം ചെയ്തത്? 1925. അതുപോലെ തന്നെ ദ ഇന്ത്യൻ ജേർണൽ ഓഫ് സൈക്കോളജി സ്റ്റാർട്ടഡ് ഇൻ 1926. പിന്നെ ദ ഫസ്റ്റ് ഡോക്ടറേറ്റ് ഇൻ സൈക്കോളജി വാസ് അവാർഡഡ് ടു ഗിരീന്ദ്ര ശേഖർ ബോസ് അറ്റ് കൽക്കട്ട ഇൻ 1922 ഓൺ ഹിസ് വർക്ക് ഓൺ റിപ്രഷൻ. അപ്പം ഫസ്റ്റ് ഡോക്ടറേറ്റ്, അതായത് ആദ്യത്തെ PhD സൈക്കോളജി എന്ന് പറയുന്ന വിഷയത്തിൽ ആദ്യത്തെ PhD കിട്ടിയത് ആർക്കാണ്? ഗിരീന്ദ്ര ശേഖർ ബോസ് അറ്റ് കൽക്കട്ട ഇൻ 1922. അപ്പൊ ഇതൊക്കെയാണ് സൈക്കോളജി ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണ് സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നുള്ളതാണ് ഈ ഒരു പോർഷനിൽ പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എവിടെയാണ് തുടങ്ങിയത്, ആരായിരുന്നു ഫസ്റ്റ് ഫാക്കൽറ്റി, ഇന്ത്യൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ എന്നാണ് ഫോം ചെയ്തത്, അതുപോലെ തന്നെ ഇന്ത്യൻ ജേർണൽ ഓഫ് സൈക്കോളജി എന്നാണ് തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ആദ്യത്തെ PhD ആർക്കാണ് സൈക്കോളജിയിൽ കിട്ടിയത്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റേഴ്സ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ദ മേജർ ഫീൽഡ്സ് ഓഫ് സൈക്കോളജിയിലെ അതിൽ ക്ലിനിക്കൽ, കൗൺസിലിംഗ് ആൻഡ് ഓർഗനൈസേഷണൽ മസ്റ്റ് ആയിട്ട് എല്ലാവരും പഠിച്ചു വെക്കുക, അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞു വെക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സൈക്കോളജി ഇൻ ഇന്ത്യ ആണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സ്റ്റഡി മെറ്റീരിയൽ ക്ലാസ് കേട്ടതിന് ശേഷം സ്റ്റഡി മെറ്റീരിയൽ പോയി തറയായിട്ട് വായിക്കുക. അതിൻ്റെ ആയിട്ട് അവസാനമായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. കുറച്ച് ഫീൽഡ് ഓഫ് സൈക്കോളജിയും കൂടി കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ച് നോക്കുക. അത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ സ്റ്റഡി മെറ്റീരിയലിൽ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, ആൻസർ ചെയ്യുക, വായിക്കുക. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് യൂണിറ്റ് ആയിട്ട് കാണാം. താങ്ക് യു.